എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെന്റൻസുകളാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഈസിയായി ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കണം അല്ലേ. പല കാര്യത്തിലും നമ്മൾ സമ്മതം ചോദിക്കാറുണ്ട്, പെർമിഷൻ ചോദിക്കാറുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാനായിട്ട് പറ്റും അല്ലേ. Can I come to your house? Can I come to your house? ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ. ഇനി ഇത് നമുക്ക് മേ ഐ യൂസ് ചെയ്ത് എങ്ങനെ ചോദിക്കാനായിട്ട് പറ്റും? മേ ഐ കം ടു യുവർ ഹൗസ്. മേ ഐ കം ടു യുവർ ഹൗസ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരട്ടെ. രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ്, ഇപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നില്ല. അപ്പൊ ആ ചോദിക്കുന്ന ആള് നമ്മോട് പറയാണ് ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. എന്നെങ്ങനെ പറയാ? ഞാൻ ഇല്ല എന്നാണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് I'm not, അല്ലേ, പോകുന്നില്ല എന്നാണ്, കണ്ടിന്യൂസ് ആണ് പറയുന്നത്. I'm not going home now. I'm not going home now. ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ്, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പറയാറുള്ള ഒരു സെന്റൻസ് ആണല്ലേ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എങ്ങനെ പറയാ? എനിക്ക് വാങ്ങാനുണ്ട്. I have to buy some things. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നെക്സ്റ്റ്, നീ ഷോപ്പിലേക്ക് വരുന്നുണ്ടോ? അപ്പോ സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞ ആ ആള് ചോദിക്കുകയാണ്, നീ ഷോപ്പിലേക്ക് വരുന്നുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? വരുന്നുണ്ടോ എന്നാണ് അല്ലേ. നീ ആണ് സബ്ജക്റ്റ്. Are you coming to the shop? Are you coming to the shop? നീ ഷോപ്പിലേക്ക് വരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ തമ്മിൽ കാണാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കും, നീ ഇപ്പോൾ ഏത് ഷോപ്പിലാണ് എന്ന് ചോദിക്കണമെങ്കിലോ, നീ ഇപ്പോൾ ഏത് ഷോപ്പിലാണ്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാനായിട്ട് പറ്റും. സെന്റൻസ് സെയിം ആണ്, പക്ഷെ അവിടെയുള്ള പ്രിപ്പോസിഷൻ നമുക്ക് രണ്ട് രീതിയിലാക്കാനായിട്ട് പറ്റും. അതായത് വിച്ച് ഷോപ്പ് ആർ യു ഇൻ നൗ? വിച്ച് ഷോപ്പ് ആർ യു ഇൻ നൗ? നീ ഇപ്പോൾ ഏത് ഷോപ്പിലാണ്? അതായത് അവിടെ ഇന്നി നമ്മൾ യൂസ് ചെയ്തു. ഇനി ഇതേ സെന്റൻസിൽ ചില സിറ്റുവേഷൻ നമുക്ക് അറ്റ് യൂസ് ചെയ്തും ചോദിക്കാനായിട്ട് പറ്റും. ഈ ഇന്നും അറ്റും എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടോ? അതുള്ള പ്രിപ്പോസിഷൻ ആണ്. ഇനി നമ്മൾ അതിപ്പോ ആ ഷോപ്പിനകത്താണ് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഇന്നും യൂസ് ചെയ്ത് ചോദിക്കും. അറ്റെന്ന് പറയുന്നത് സ്ഥിരം പ്ലേസ് പറയാനാണ്. ഇന്നെന്ന് പറയുമ്പോൾ അതിനകത്തോ അതിനുള്ളിലൊക്കെ ആണെങ്കിൽ നമുക്കവിടെ ഇന്ന് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചില സിറ്റുവേഷനിൽ ഈ ഒരു സെന്റൻസ് അറ്റ് യൂസ് ചെയ്തും കാണാനായിട്ട് പറ്റും, ഇന്ന് യൂസ് ചെയ്തും കാണാനായിട്ട് പറ്റും. അപ്പോൾ കൺഫ്യൂഷൻ വരുന്നത് എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഓഫീസിന് പുറത്തോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് അടുത്തോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അറ്റ് യൂസ് ചെയ്ത് പറയാം. നമ്മളാണല്ലോ പറയുന്നത്. അതല്ല നമ്മളതിനകത്ത് ഇപ്പം നമ്മൾ ടോക്കൺ എടുക്കുകയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ഇന്ന് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് ഇന്നും മറ്റും മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ നീ ഇപ്പോൾ ഏത് ഷോപ്പിലാണ് എന്ന് ചോദിക്കുമ്പോൾ വിച്ച് ഷോപ്പ് ആർ യു ഇൻ നൗ? നീ ഇപ്പോൾ ഏത് ഷോപ്പിലാണ്? ഇനി ഇതേ ഒരു സെന്റൻസ് വിച്ച് ഷോപ്പ് ആർ യു അറ്റ് നൗ എന്ന് വേണമെങ്കിലും ചോദിക്കാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, കുറച്ച് വലിയ സെന്റൻസ് ആണ്. ഞാൻ രാവിലെ 9 മണിക്ക് ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 12 മണിയായി. ഇതുവരെ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഷോപ്പ് തുറന്നിട്ടില്ല എന്നെങ്ങനെ പറയാം? നമ്മൾ ചില സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. ഇപ്പൊ ബാങ്കിൽ പോയാൽ, അതുപോലെ തന്നെ ഇതുപോലെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാറുള്ളത് അല്ലേ. ഞാൻ രാവിലെ 9 മണിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 12 മണിയായി. ഇതുവരെ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഷോപ്പ് തുറന്നിട്ടില്ല. ഇതൊരൊറ്റ സെന്റൻസ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാവിലെ 9 മണി എന്ന് പറയുമ്പോൾ കുറച്ച് സമയം കൂടുതൽ പറയാം. അപ്പൊ നമുക്കവിടെ പാസ്റ്റിലാണ് ഇവിടെ പറയേണ്ടത്. ഞാൻ രാവിലെ 9 മണിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഐ കെയിം, അല്ലേ, കഴിഞ്ഞു പോയ കാര്യമാണ്. ഐ കെയിം ടു ദിസ് ഷോപ്പ് അറ്റ് 9 AM. ഞാൻ രാവിലെ 9 മണിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. Now it's 12 PM. Now it's 12 PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമയം 12 മണിയായി.
ഇറ്റ് സ്റ്റിൽ ഹാസൻറ്റ് ഓപ്പൺ ഹിയർ. ഇപ്പോഴും ഇവിടെ തുറന്നിട്ടില്ല. ഞാൻ രാവിലെ 9 മണിക്ക് ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 12 മണിയായി. ഇപ്പോഴും ഇവിടെ തുറന്നിട്ടില്ല എന്ന് പറയണമെങ്കിൽ I came to this shop at 9 a.m. Now it's 12 p.m. and it still hasn't opened here. Okay. Next. ഞാൻ 5 മിനിറ്റ് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഞാൻ 5 മിനിറ്റ് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് നമ്മൾ പാസ്റ്റ് ആയിട്ട് കണക്കാക്കണം. എങ്ങനെ പറയും? ഞാൻ 5 മിനിറ്റ് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. I arrived here 5 minutes ago. I arrived here 5 minutes ago. Okay. Next. ഞാൻ ഇവിടെ ഇപ്പോൾ എത്തി എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ ഇവിടെ ഇപ്പോൾ എത്തി, അതായത് ഞാൻ ഇവിടെ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഇങ്ങനെ പറയാറുണ്ടല്ലോ. I just arrived here എന്ന് പറയാം, അല്ലെങ്കിൽ I have arrived here just now എന്ന് പറയാം. I have arrived here just now എന്ന് പറയാം. Okay, next. നീ വീട്ടിൽ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചോ? ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സെന്റൻസുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശീലിക്കുമ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് പ്രയാസമില്ലാതാകുക. അതായത് ബുദ്ധിമുട്ടില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു മെത്തേഡാണ്. നമ്മുടെ വീട്ടിൽ എന്താണോ നമ്മൾ സംസാരിക്കുന്നത് അതിന് നമ്മൾ പഠിച്ച റൂൾസൊക്കെ അനുസരിച്ചിട്ട് മെല്ലെ മെല്ലെ പറഞ്ഞു നോക്കുക. അത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഈസിയായ മാർഗമാണ് കേട്ടോ. ആരും നമ്മളെ കൂടെ സംസാരിക്കാനില്ലെങ്കിലും സ്വയം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. നീ വീട്ടിൽ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കുക? നമ്മുടെ മക്കളോടൊക്കെ ചോദിക്കാനായിട്ട് പറ്റും അല്ലേ? നീ വീട്ടിൽ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചോ? നീ ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഈറ്റ്? ഇനി വീട്ടിൽ വന്നതിന് ശേഷം എന്നാണ്. അപ്പം ആഫ്റ്റർ കമ്മിങ് ഹോം. അപ്പോൾ ഡിഡ് യു ഈറ്റ് ആഫ്റ്റർ കമ്മിങ് ഹോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ വീട്ടിൽ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചോ പറയുന്നത് പാസ്റ്റിലാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ കമ്മിങ് ഹോം എന്ന് പറയുന്നുണ്ട്, അവിടെ കണ്ടിന്യൂസ് അല്ല പറയുന്നത് അല്ലേ? വീട്ടിൽ വന്നതിന് ശേഷം നീ ഭക്ഷണം കഴിച്ചോ. ഓക്കെ. ഇത് നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ, നമ്മൾ ഹാവിനെ നമ്മൾ കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഈറ്റിന് പകരം നമുക്ക് ഹാവ് യൂസ് ചെയ്ത് എങ്ങനെ ചോദിക്കാനായിട്ട് പറ്റും? കൂടി കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് ഹാവ് ആണ് കേട്ടോ. അത് യൂസ് ചെയ്ത് എങ്ങനെ ചോദിക്കാം എന്ന് നോക്കാം. ഡിഡ് യു ഹാവ് ഫുഡ്? ഡിഡ് യു ഹാവ് ഫുഡ് ആഫ്റ്റർ റീച്ചിങ് ഹോം? ആഫ്റ്റർ റീച്ചിങ് ഹോം. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിഡ് യു ഈറ്റ് ഫുഡ് ആഫ്റ്റർ കമ്മിങ് ഹോം? നീ വീട്ടിൽ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചോ? കമ്മിങ് ഹോം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ ഈറ്റിന് പകരം നമ്മൾ ഹാവ് യൂസ് ചെയ്ത് ചോദിച്ചു അല്ലേ? നെക്സ്റ്റ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ഹാവ് ഈറ്റൻ ഫുഡ് എന്ന് പറയാം. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്പം ഐ ഹാവ് ഹാഡ് ഫുഡ് എന്ന് പറയാം. ഐ ഹാവ് ഹാഡ് ഫുഡ്. ഇവിടെ ഹാവ് ഹാഡ് വന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഹാവ് ഉണ്ടെന്ന് പറയാനാണ്. ഹാഡ് എന്താണ്? കഴിച്ചിട്ടുണ്ട്. കഴിക്കുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് ആണ്, V3 ആണ്. നമ്മുടെ ഹാവിൻ്റെ കൂടെ V3 ആണല്ലോ. അപ്പോൾ ഈ ഈറ്റൺ എന്നുള്ളതിൻ്റെ പകരമായിട്ടാണ് നമ്മൾ ഈ ഹാഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇപ്പം ഒരു ഇംഗ്ലീഷ് മൂവി കാണുകയാണെങ്കിലും അതിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഹാഡ് ഫുഡ് എന്നൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. നമ്മൾ ഹാവ് പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പാസ്റ്റും അതിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസും ഒക്കെ ആയിട്ട് ഹാവിങ് വരാറുണ്ട്, ഹാഡ് വരാറുണ്ട്, ഹാവ് വരാറുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ സംഭവം. അപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഹാവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യും. അതല്ലാതെ നമ്മൾ ഈ വക കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാഡ്, ഹാവിങ് എന്നൊക്കെ യൂസ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ്. ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിന്റെ ഡ്രസ്സ് അയൺ ചെയ്യാം. ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിന്റെ ഡ്രസ്സ് അയൺ ചെയ്യാം എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ഡു എന്നാണ്. ഞാൻ അയൺ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ ഐ ക്യാൻ അയൺ യുവർ ഡ്രസ്. ഞാൻ എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാം ആഫ്റ്റർ ഹാവിങ് ഫുഡ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡിന് പകരം ആഫ്റ്റർ ഹാവിങ് ഫുഡ്. അപ്പം ഐ ക്യാൻ അയൺ യുവർ ഡ്രസ്. ഞാൻ എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാം ആഫ്റ്റർ ഹാവിങ് ഫുഡ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം.
അല്ലെങ്കിൽ ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ് എന്നും പറയാം. പക്ഷെ ഒന്നും കൂടി പൊളൈറ്റായി പറയുമ്പം ആഫ്റ്റർ ഹാവിങ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഐ ക്യാൻ അയൺ യുവർ ഡ്രസ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്. ക്ലിയർ? ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് നിന്നെ വിളിക്കാം. ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് നിന്നെ വിളിക്കാം. നിന്നെ വിളിക്കാം എന്നാണ് അല്ലേ. ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിന്നെ വിളിക്കാം എന്ന് പറയുമ്പോൾ ഐ ക്യാൻ കോൾ യു. ഞാൻ നിന്നെ വിളിക്കാം ബിഫോർ ഗോയിങ് ടു ദ ഓഫീസ്. അപ്പം ഐ ക്യാൻ കോൾ യു ബിഫോർ ഗോയിങ് ടു ദ ഓഫീസ്. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് നിന്നെ വിളിക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കുളിക്കാൻ കയറണം. അപ്പൊ സോപ്പ് തീർന്നിട്ടുണ്ട്. ആ സമയത്ത് വരാനുള്ളത് ഇപ്പൊ നമ്മുടെ മകനോ ആരെങ്കിലും ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, അവൻ വരുന്നതിന് മുമ്പ് സോപ്പ് കൊണ്ടുവരും. അവൻ വരുന്നതിന് മുമ്പ് സോപ്പ് കൊണ്ടുവരൂ എന്ന് പറയാറുണ്ടല്ലോ. ഞാനൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാറുള്ള സെന്റൻസ് ആണ് കേട്ടോ. എങ്ങനെ പറയാ? സോപ്പ് കൊണ്ടുവരൂ. കൊണ്ടുവരിക ബ്രിങ് ആണ് അല്ലേ. എന്താ കൊണ്ടുവരുന്നത്? സോപ്പാണ്. അപ്പം ബ്രിങ് ദ സോപ്പ്. സോപ്പ് കൊണ്ടുവരൂ. സോപ്പ് കൊണ്ടുവരൂ എന്നായി. ഇനി അവൻ വരുന്നതിന് മുമ്പ് എന്ന് വേണം. അപ്പം ബിഫോർ ഹി കംസ്. ബിഫോർ ഹി കംസ് അല്ലേ. ഹി എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഹി കംസ്. അവൻ വരുന്നതിന് മുമ്പ് സോപ്പ് കൊണ്ടുവരൂ. സിമ്പിൾ ആണല്ലോ. ബ്രിങ് ദ സോപ്പ് ബിഫോർ ഹി കംസ്. ഓക്കെ, നെക്സ്റ്റ്, ഈ സോപ്പ് തീർന്നു എന്നെങ്ങനെ പറയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വസ്തു തീർന്നു, പഞ്ചസാര തീർന്നു, സോപ്പ് തീർന്നു, എണ്ണ തീർന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ദ സോപ്പ് ഹാസ് റൺ ഔട്ട്. ദ സോപ്പ് ഹാസ് റൺ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് തീർന്നു എന്നാണ്. ഇനി ഈ ഒരു സെന്റൻസ് നമുക്ക് ഇങ്ങനെ പറയാം, ദ സോപ്പ് ഈസിന്റ് ഫിനിഷ്ഡ് എന്ന് പറയാം അല്ലേ. ദ സോപ്പ് ഈസിന്റ് ഫിനിഷ്ഡ് എന്ന് പറയാം. സോപ്പ് തീർന്നു, പക്ഷേ അത് ഒരു പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഫിനിഷ്ഡ് എന്ന് പറയുന്നത്. ഞാൻ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ, ദ ഈസിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്. ദ സോപ്പ് ഈസിന്റ് ഫിനിഷ്ഡ്, സോപ്പ് തീർന്നു അല്ലേ എന്ന് പറയാറുണ്ട്. പക്ഷേ അതിന് പകരമായിട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് റൺ ഔട്ട് എന്നാണ്. ദ സോപ്പ് ഹാസ് റൺ ഔട്ട്. ഹാസ് റൺ എന്നുള്ളതിൻ്റെ വിത്രിയാണ് റൺ എന്ന് പറയുന്നത്. നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ വാതിലടയ്ക്കണം എന്ന് പറയാറുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ കിടന്നിട്ടുണ്ടാകും. അപ്പോൾ പിന്നീട് കിടക്കുന്നത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ അവരെ ഏൽപ്പിക്കാറുണ്ട് അല്ലേ. നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ ഡോർ അടയ്ക്കണം എന്ന് പറയാറുണ്ട് അല്ലേ. അടയ്ക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാ? നിങ്ങൾ അടയ്ക്കണം എന്നാണ്. അപ്പോൾ യു ഷുഡ് ക്ലോസ് ദ ഡോർ. യു ഷുഡ് ക്ലോസ് ദ ഡോർ. നിങ്ങൾ വാതിൽ അടയ്ക്കണം. എപ്പോ? when you go to bed. നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ. ക്ലിയർ ആണല്ലോ. അപ്പൊ എങ്ങനെ പറയും? യു ഷുഡ് ക്ലോസ് ദ ഡോർ when you go to bed. നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ വാതിൽ അടയ്ക്കണം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ വാതിൽ അടയ്ക്കുമോ അല്ലേ. നമുക്കൊരു ഉറപ്പ് വരുന്നില്ല. അപ്പൊ വീണ്ടും നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ വാതിൽ അടയ്ക്കുമോ എന്നെങ്ങനെ ചോദിക്കുക? വിൽ യു അടയ്ക്കുമോ എന്നാണ്. ഇവിടെ ഒരു റിക്വസ്റ്റ് ഒന്നുമില്ല. നിങ്ങൾ വാതിൽ അടയ്ക്കുമോ എന്ന് നമ്മൾ ചുമ്മാ ചോദിക്കുകയാണ്. നിങ്ങൾ വാതിൽ അടയ്ക്കും. വിൽ യു ക്ലോസ് ദ ഡോർ. നിങ്ങൾ വാതിൽ അടയ്ക്കുമോ. ഇനി ഇതൊരു റിക്വസ്റ്റ് രൂപത്തിൽ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, നിനക്ക് ആ വാതിലൊന്ന് അടയ്ക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിലോ, നിനക്ക് ആ വാതിലൊന്ന് അടയ്ക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ക്യാൻ യു യൂസ് ചെയ്ത് ചോദിക്കാം. ക്യാൻ യു ക്ലോസ് ദാറ്റ് ഡോർ. ക്യാൻ യു ക്ലോസ് ദാറ്റ് ഡോർ. നീ ആ വാതിലൊന്ന് അടയ്ക്കുമോ അല്ലെങ്കിൽ നിനക്ക് ആ വാതിലൊന്ന് അടയ്ക്കാമോ. ഓക്കെ, നെക്സ്റ്റ്, നമ്മളൊക്കെ സവാള അരിയുന്നവരാണ് അല്ലേ. ഈ സവാള അരിയുന്ന സിറ്റുവേഷനിൽ നമുക്ക് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് കണ്ണൊക്കെ എരിച്ചിൽ വരുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആളോട് പറയാണ്, സവാള കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ കണ്ണെരിയില്ല എന്ന് പറയുകയാണ്. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും? സവാളന്റെ പച്ച മലയാളം പറയുകയാണെങ്കിൽ ഉള്ളി എന്നാണ് അല്ലേ. ഉള്ളി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ണെരിയില്ല എന്ന് നമ്മൾ ഒരാളോട് പറയുകയാണ്. അതായത് തൊലികളൊക്കെ കളഞ്ഞിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാൻ. ഒന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ടു. കണ്ണ് കുറച്ച് എരിച്ചിൽ കുറച്ച് ആക്കം കിട്ടും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, അത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ആണെങ്കിൽ ആയാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈഫ് ആണ് അല്ലേ. ഇഫ് യു സോക്ക്, അതായത് നമ്മളൊരാളോട് പറയാണ്. അപ്പം ഇഫ് യു സോക്ക് ദ ഒനിയൻ ഇൻ വാട്ടർ ഫോർ എ വൈൽ. ഒനിയൻ കുറച്ച് സമയം വെള്ളത്തിലിട്ടാൽ അല്ലെങ്കിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ
യുവർ ഐസ് വോണ്ട് സ്റ്റിങ്. എന്താണ് വോണ്ട് സ്റ്റിങ്? ഈ സ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ നിന്നുള്ള ആ വെള്ളമൊലിക്കൽ, എരിച്ചിൽ, ഇതിനാണ് നമ്മൾ സ്റ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എരിച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ ബേൺ എന്ന് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? വോണ്ട് ബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിച്ചിൽ എന്നൊക്കെ പറയാം. അവിടെ നമ്മൾ ബേൺ യൂസ് ചെയ്യണ്ട. ബേൺ എന്ന് പറഞ്ഞാൽ കത്തി എരിയുന്നതിനൊക്കെയാണ് നമ്മൾ ബേൺ എന്ന് യൂസ് ചെയ്യുക. ഇവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് സ്റ്റിങ് എന്നാണ്. സ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെരിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ സ്റ്റിങ് എന്ന് പറയുന്നത്. അപ്പം ഇഫ് യു സോക്ക് ദ ഒനിയൻ ഇൻ വാട്ടർ ഫോർ എ വൈൽ യുവർ ഐസ് വോണ്ട് സ്റ്റിങ്. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. അവൾ 2 മണിക്ക് വീട്ടിലെത്തി. അവൾ 2 മണിക്ക് വീട്ടിലെത്തി. അവൾ എത്തി എന്നാണ്. ഷീ അറൈവ്ഡ് ഹോം അറ്റ് 2 o'clock. ഷീ അറൈവ്ഡ് ഹോം അറ്റ് 2 o'clock. അവൾ 2 മണിക്ക് വീട്ടിലെത്തി. അവർ 9 മണി വരെ പഠിച്ചു. അതിനുശേഷം ഫോണിൽ കളിച്ചു. നമ്മൾ പറയാറുണ്ടല്ലോ, അവർ 9 മണി വരെ പഠിച്ചു, അതിനുശേഷം ഫോണിൽ കളിച്ചു. എങ്ങനെ പറയും? 2 സെന്റൻസുകളാണ് ഇവിടെ പറയുന്നത് അല്ലെ? കുട്ടി യോജിപ്പിച്ച് നമുക്ക് പറയണം. They studied until 9 o'clock. അവർ 9 മണി വരെ പഠിച്ചു. And then, അതിനുശേഷം അല്ലെ എന്ന് പറയുമ്പോൾ and then, and പറഞ്ഞതിന് ശേഷം then എന്ന് പറയുമ്പോൾ എന്നിട്ട് അവർ ഫോണിൽ കളിച്ചു എന്നാണ്. And then played on the phone. They studied until 9 o'clock and then played on the phone. Okay. Next, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ 5 മണി ആയിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ 5 മണി ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ളതാണ് അല്ലേ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ 5 മണി ആയിട്ടുണ്ട്. It was 5 o'clock. 5 മണി ആയിരുന്നു. When I left the office. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ. കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. It was 5 o'clock when I left the office. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ 5 മണി ആയിട്ടുണ്ട്. സിമ്പിൾ ആണ്. നെക്സ്റ്റ് ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അവൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? അവൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അവൾ ആരാണ് അല്ലേ? നമുക്കറിയാം അവൾ ആരാണ് എന്ന് പറയാൻ പറ്റും. അവൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? അപ്പൊ നിനക്ക് മനസ്സിലായോ എന്ന് ആദ്യം നമ്മൾ പറഞ്ഞതിന് ശേഷം അവൾ ആരാണെന്ന് പറയണം. അപ്പം അവൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. സിമ്പിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ആണ്, അത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് 8 മണിൻ്റെയും 9 മണിൻ്റെയും ഇടയിലായിട്ട് ലൈവ് ഉണ്ട്. ഏതിലാണെന്നറിയോ? നമ്മളെ ചാനൽ ഈസി ഇംഗ്ലീഷ് ഗ്രാമറുള്ള ചാനലിലാണ് ഉണ്ടാവുക കേട്ടോ. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സെൻറ്റൻസുകളായിരിക്കും. അത് നേരത്തെ നോട്ടിഫിക്കേഷൻ വിടാം. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.